ഷെഡ്യൂൾഡ് കാസ്റ്റിൽ ഉൾപ്പെട്ടവരെ ദളിത് എന്ന് സൂചിപ്പിച്ചത് ആരാണ്? എ. അംബേദ്കർ, ബി. ഗാന്ധിജി, സി. ജ്യോതിബ ഫുലെ. ആൻസർ സി. ജ്യോതിബ ഫുലെ. ഷെഡ്യൂൾഡ് കാസ്റ്റിൽ ഉൾപ്പെട്ടവരെ ഹരിജൻ എന്ന് സൂചിപ്പിച്ചത് ആരാണ്? എ. അംബേദ്കർ, ബി. ഗാന്ധിജി, സി. കൻവർ സിംഗ്. ആൻസർ ബി. ഗാന്ധിജി. ഇന്ത്യയിലെ പട്ടികജാതിക്കാർ ആരെന്ന് വ്യക്തമാക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? എ. 341, ബി. 342, സി. 343. ആൻസർ എ. 341. ഇന്ത്യയിലെ പട്ടിക വർഗക്കാരാരെന്ന് വ്യക്തമാക്കുന്നത് 342. പട്ടികജാതി പട്ടികവർഗ മേഖലകളിലെ ഭരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഷെഡ്യൂൾ ഏതാണ്? എ. ഷെഡ്യൂൾ 5, ബി. ഷെഡ്യൂൾ 7, സി. ഷെഡ്യൂൾ 9. ആൻസർ എ. ഷെഡ്യൂൾ 5. 2003 89-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ദേശീയ പട്ടികജാതി കമ്മീഷനും ദേശീയ പട്ടികവർഗ കമ്മീഷനും നിലവിൽ വന്നത് എന്നാണ്? എ. 2003, ബി. 2004, സി. 2005. ആൻസർ ബി. 2004. തന്നിരിക്കുന്ന പ്രസ്താവനകൾ: 1. ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനിൽ ആകെ 5 അംഗങ്ങളുണ്ട്. 2. ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനിലെ അംഗങ്ങളുടെ കാലാവധി 3 വർഷമാണ്. എ. പ്രസ്താവന 1 മാത്രം ശരി, ബി. പ്രസ്താവന 2 മാത്രം ശരി, സി. പ്രസ്താവന 1ഉം 2ഉം ശരിയാണ്. ആൻസർ സി. പ്രസ്താവന 1ഉം 2ഉം ശരിയാണ്. ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? എ. ലോക്നായക് ഭവൻ, ബി. നിർഭയ ഭവൻ, സി. അംബേദ്കർ ഭവൻ. ആൻസർ എ. ലോക്നായക് ഭവൻ. ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ആദ്യ അധ്യക്ഷനാരാണ്? എ. സൂരജ് ഭാൻ, ബി. ശ്രീ രാംദാസ്, സി. കൻവർ സിംഗ്. ആൻസർ എ. സൂരജ് ഭാൻ. ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷനാരാണ്? എ. ഫോല പസ്വാൻ, ബി. ശ്രീ രാംദാസ്, സി. കൻവർ സിംഗ്. ആൻസർ സി. കൻവർ സിംഗ്. ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനിലെ അധ്യക്ഷൻ, ഉപാധ്യക്ഷൻ, അംഗങ്ങൾ എന്നിവരെ നിയമിക്കുന്നത് ആരാണ്? എ. രാഷ്ട്രപതി, ബി. പ്രധാനമന്ത്രി, സി. കേന്ദ്ര ഗവൺമെൻറ്. ആൻസർ എ. രാഷ്ട്രപതി. ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതും രാഷ്ട്രപതിക്കാണ്. സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ ഉൾപ്പെടെയുള്ള അംഗങ്ങളുടെ കാലാവധി എത്രയാണ്? എ. 2 വർഷം, ബി. 3 വർഷം, സി. 5 വർഷം. ആൻസർ ബി. 3 വർഷം. കേരള പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ രൂപീകരണത്തിന് കാരണമായ നിയമം സംസ്ഥാന സർക്കാർ പാസാക്കിയത് എന്നാണ്? എ. 2013, ബി. 2007, സി. 2011. ആൻസർ ബി. 2007. സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ റിപ്പോർട്ടുകൾ സമർപ്പിക്കേണ്ടത് ആർക്കാണ്? എ. ഗവർണർക്ക്, ബി. നിയമസഭയ്ക്ക്, സി. സംസ്ഥാന സർക്കാരിന്. ആൻസർ സി. സംസ്ഥാന സർക്കാരിന്. സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷനാരാണ്? എ. ഡോക്ടർ പി. കെ. ശിവാനന്ദൻ, ബി. ജസ്റ്റിസ് പരീത് പിള്ള, സി. എം. എസ്. ആനന്ദ്. ആൻസർ എ. ഡോക്ടർ പി. കെ. ശിവാനന്ദൻ. ലോക്സഭയിൽ SC/ST വിഭാഗങ്ങൾക്കുള്ള സീറ്റ് സംവരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? എ. 330, ബി. 332, സി. 335. ആൻസർ എ. 330. സംസ്ഥാന നിയമസഭയിൽ SC/ST വിഭാഗങ്ങൾക്കുള്ള സംവരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? എ. 336, ബി. 332, സി. 335. ആൻസർ ബി. 332. ലോക്സഭയിൽ പട്ടികജാതിക്കാർക്കായി എത്ര സീറ്റുകളാണ് സംവരണം ചെയ്തിട്ടുള്ളത്? എ. 72, ബി. 47, സി. 84. ആൻസർ സി. 84. കേരള നിയമസഭയിൽ പട്ടികജാതിക്കാർക്കായി എത്ര സീറ്റുകളാണ് സംവരണം ചെയ്തിട്ടുള്ളത്? എ. 16, ബി. 14, സി. 12. ആൻസർ ബി. 14. SC/ST പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് പാർലമെൻറ്റ് പാസാക്കിയ വർഷം ഏതാണ്? എ. 1989, ബി. 1988, സി. 1991. ആൻസർ എ. 1989.